NIOS +2 സോഷ്യോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ആദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, എ നെയ്ബർഹുഡ് ഓർ എ വില്ലേജ് ആർ ഗുഡ് എക്സാമ്പിൾസ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോവിങ്. ഒരു നെയ്ബർഹുഡ് അല്ലെങ്കിൽ വില്ലേജ് എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതിൻ്റെ ഗുഡ് എക്സാമ്പിളാണ്? കമ്മ്യൂണിറ്റി, സൊസൈറ്റി, അർബനൈസേഷൻ, അസോസിയേഷൻ, ഇത്രയുമാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിറ്റിക്ക് ഗുഡ് എക്സാമ്പിളാണ് നെയ്ബർഹുഡ് അല്ലെങ്കിൽ വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്താണെന്നും കൂടി നമുക്കിവിടെ പഠിച്ചു പോകാം. കമ്മ്യൂണിറ്റി എന്താണെന്നൊരു ചോദ്യം വന്നാൽ എഴുതണമല്ലോ. എ കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ദ സെയിം പ്ലേസ് ഓർ ഹാവിങ് എ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ കോമൺ. അതായത് ഒരു പെർട്ടിക്കുലർ പ്ലേസ്, അവിടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു സെയിം പ്ലേസിൽ തന്നെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് കോമൺ ആയിട്ടുള്ള ചില സവിശേഷതകൾ കാണും. വില്ലേജസും നെയ്ബർഹുഡ്സും ഒക്കെ ഇതിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റിയാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ യൂറോപ്പ് ഇൻ ദി ലേറ്റ് 17th century gradually impacted the entire globe. Identify the factor that cannot be associated with this phenomenon. അതായത് 17ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്ത ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇപ്പോൾ താഴെ പറയുന്നവയിൽ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത പ്രതിഭാസം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, പ്രൊഡക്ഷൻ മൂവ്ഡ് ഔട്ട് ഓഫ് ഹൗസ് ഹോൾഡ്സ് ടു ഫാക്ടറീസ്. ഓപ്ഷൻ ബി, ദ റോൾ ഓഫ് ക്യാപിറ്റൽ ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് ഇൻക്രീസ്ഡ്. ഓപ്ഷൻ സി, പീപ്പിൾ ഫ്രം ഓൾ സ്റ്റാറ്റ ടുക്ക് ദി അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഓപ്ഷൻ ഡി, മെനി വിമൻ എൻറ്റേർഡ് ദ വർക്ക് ഫോഴ്സ്. ഇതിൽ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത് എല്ലാവരും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. എല്ലാവരും വ്യവസായത്തിലേക്കൊക്കെയാണ് തിരിഞ്ഞത്, അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ. കാർൽ മാർക്സ് വാസ് ദ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ദി ഇക്കണോമിക് തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിനെ സംബന്ധിച്ച എക്കണോമിക് തിയറിയുടെ ചീഫ് ആർക്കിടെക്റ്റ് കാർൽ മാർക്സ് ആണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മാച്ച് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? അത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, ക്യാപിറ്റലിസം എമർജ്ഡ് ബിക്കോസ് ഓഫ് കോൺട്രാഡിക്ഷൻ ഇൻ ഫ്യൂഡലിസം. ഓപ്ഷൻ ബി, ദർ വുഡ് ബി എ ക്ലാസ് സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ഫാർമേഴ്സ് ആൻഡ് ദ വർക്കേഴ്സ്. ഓപ്ഷൻ സി, എ റെവല്യൂഷൻ വുഡ് ബി ക്യാരിഡ് ഔട്ട് ബൈ ദ വർക്കേഴ്സ്. ഓപ്ഷൻ ഡി, സോഷ്യലിസം വുഡ് എമർജ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഇൽസ് ഓഫ് ക്യാപിറ്റലിസം. ഇതിൽ മാർക്സിസവുമായിട്ട് മാച്ച് ചെയ്യാത്തത് ഓപ്ഷൻ ബി ആണ്. മാർക്സ് ഫോക്കസ്ഡ് ഓൺ ദി ക്ലാസ് സ്ട്രഗിൾ ബിറ്റ്വീൻ ദ പ്രോളറ്റേറിയറ്റ്, വർക്കേഴ്സ് ആൻഡ് ബർജിയോസ്, അതായത് ഓണേഴ്സ്, മുതലാളിമാരും തൊഴിലാളിമാരും തമ്മിലുള്ള ക്ലാസ് സ്ട്രഗിളിനെ പറ്റി. അതാണ് മാർക്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്, അല്ലാതെ ഫാർമേഴ്സും വർക്കേഴ്സും തമ്മിലുള്ള പ്രശ്നത്തിലല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർ സിംപ്ലർ അണ്ടർസ്റ്റാൻഡിംഗ്, ആന്ത്രപ്പോളജിസ്റ്റ് ഹാവ് ഡിഫൈൻഡ് എ ട്രൈബ് ആസ് എ സോഷ്യൽ ഗ്രൂപ്പ് that has territorial affiliation and no specialization function. B, is exogamous in nature. C, is conscious of territorial and ethnic homogeneity. D, only A and C are correct. ആന്ത്രപ്പോളജിസ്റ്റുകൾ ഒരു ട്രൈബ് സോഷ്യൽ ഗ്രൂപ്പാണ് എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ അതെന്തിൻ്റെ ബേസിലാണ്? ഇവിടെ ഓപ്ഷൻസ് എയും സിയും കറക്റ്റാണ്. അതിന് ടെറിട്ടോറിയൽ അഫിലിയേഷൻ ഉണ്ട് ആൻഡ് നോ സ്പെഷ്യലൈസേഷൻ ഫങ്ഷൻ. ഓക്കെ, 2 ഈസ് കോൺഷ്യസ് ഓഫ് ടെറിട്ടോറിയൽ ആൻഡ് എത്നിക് ഹോമോജിനിറ്റി. ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്ഷൻസും കറക്റ്റാണ്. ട്രൈബ്സ് ആർ ഡിഫൈൻഡ് ബൈ ദെയർ ടെറിട്ടോറിയൽ ടൈസ് ആൻഡ് സെൻസ് ഓഫ് എത്നിക് യൂണിറ്റി. ദീസ് ആർ കീ മാർക്കേഴ്സ് യൂസ്ഡ് ഇൻ ആന്ത്രപ്പോളജിക്കൽ ഡെഫിനിഷൻ. ട്രൈബ്സ് എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ടൈസ് ഉള്ള ഒരു എത്നിക് യൂണിറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ആന്ത്രപ്പോളജിസ്റ്റുകൾ ഈ ട്രൈബ്സിനെ ഒരു സോഷ്യൽ ഗ്രൂപ്പായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സോഷ്യോളജിസ്റ്റ് ഹാവ് ഐഡൻറ്റിഫൈഡ് സർട്ടൻ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ഓഫ് സൊസൈറ്റി. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ആട്രിബ്യൂട്ട്? സൊസൈറ്റിയുടെ ചില എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സിനെ സോഷ്യോളജിസ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ അങ്ങനെ അല്ലാത്തതേത്? A, interdependence. B, likeness with no difference. C, cooperation among members. D, can have conflicting relations.
ഇതിൽ ബി ആണ് അങ്ങനെ അല്ലാത്തത്, അതായത് ലൈക്ക്നെസ് വിത്ത് നോ ഡിഫറൻസ് എന്നുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ സൊസൈറ്റി ഈസ് മാർക്കഡ് ബൈ ബോത്ത് ലൈക്ക്നെസ് ആൻഡ് ഡിഫറൻസസ് ആണ്, നോ ഡിഫറൻസ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് അത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി. ഇനി ആറാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് വിൽ നോട്ട് ഫോൾ അണ്ടർ കോൺസാഗ്യുനൽ കിൻഷിപ്പ്? കോൺസാഗ്യുനൽ കിൻഷിപ്പിൽ വരാത്തതേത്? ഓപ്ഷൻ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചൈൽഡ് ആൻഡ് പേരൻസ്, ഓപ്ഷൻ ബി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അങ്കിൾസ് ആൻഡ് നീസ് ഓർ നെഫ്യൂസ്, ഓപ്ഷൻ സി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് മദർ, ഓപ്ഷൻ ഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിബ്ലിങ്സ് വിത്ത് സെയിം സെറ്റ് ഓഫ് പേരൻസ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആൻസറായിട്ട് വരുമ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ കോൺസാഗ്യുനൽ കിൻഷിപ്പ് എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് മദർ ഈസ് അഫിനൽ ബൈ മാരേജ്, നോട്ട് ബ്ലഡ് ബേസ്ഡ്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് മാരേജിലൂടെ ഉണ്ടാവുന്നതാണ്, ബ്ലഡ് റിലേഷൻ അല്ല. കോൺസാഗ്യുനൽ കിൻഷിപ്പ് എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനിലൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു തിയറിയും കൂടെ നമുക്കിവിടെ പഠിക്കാൻ പറ്റും ഈ ഒരു ചോദ്യം നോക്കിയതിൽ നിന്ന്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ഐഡൻറ്റിഫൈ ദ ഫാക്ടർ ദാറ്റ് കനോട്ട് ബി അസോസിയേറ്റഡ് വിത്ത് പോവർട്ടി ഫേസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാമിലീസ് ഇൻ അവർ കൺട്രി. Option A, they are landless and are dependent on others for work and wages. Option B, they have to work at low wages. Option C, they get work all the year round. Option D, they have to take loans at high rates of interest. പോവർട്ടി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത് വർഷത്തിലെ എല്ലാ ദിവസവും ഒക്കെ പണി കിട്ടുന്നുണ്ട് എന്ന് പറയുന്നവർക്ക്, അപ്പോൾ കൂലിയും കിട്ടും, അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ സി ആണ് ആൻസറായിട്ട് വരുന്നത്, ദേ ഗെറ്റ് വർക്ക് ഓൾ ദ ഇയർ റൗണ്ട്. ഓക്കെ, എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ഇയർ റൗണ്ട് എംപ്ലോയ്മെൻറ്റ് വുഡ് എലിവിയേറ്റ് പോവർട്ടി. ഇയർ റൗണ്ട് എംപ്ലോയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് പോവർട്ടി ഇല്ലാതാക്കും. സോ ദിസ് ഈസ് നോട്ട് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് പോവർട്ടി. ഇനി 8th ക്വസ്റ്റ്യൻ, ഇല്ലിറ്ററസി ഈസ് എ കേഴ്സ് ഫോർ മോഡേൺ സൊസൈറ്റി ബിക്കോസ് ഇറ്റ് ലീഡ്സ് ടു. നിരക്ഷരത എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിനൊരു ശാപമാണ്. എന്തുകൊണ്ട്? ഓപ്ഷൻ എ ഇഗ്നോറൻസ്, ഓപ്ഷൻ ബി ഡിപ്രിവേഷൻ, ഓപ്ഷൻ സി ഓഫൻ റോങ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ഈസ് ട്രൂ. ഇതെല്ലാം തന്നെ നമുക്ക് ഉത്തരമായിട്ട് പറയാവുന്നതാണ്. ഇല്ലിറ്ററസി ലീഡ്സ് ടു ഓൾ ലിസ്റ്റഡ് കോൺസിക്വൻസസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലിറ്ററസി കാരണം ഉണ്ടാവും. ഇമ്പാക്റ്റിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റിയൽ ഡെവലപ്മെൻറ്റ്, ഇത് വ്യക്തികളെയും സാമൂഹിക വികസനത്തെയും ഒക്കെ ബാധിക്കുകയും ചെയ്യും. ഇനി 9th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഫാക്ടർ ദാറ്റ് ഈസ് നോട്ട് ലിങ്ക്ഡ് ടു മെമ്പർഷിപ്പ് ഓഫ് എ കാസ്റ്റ്. ഒരു കാസ്റ്റിലെ മെമ്പർഷിപ്പുമായിട്ട് ലിങ്ക് ചെയ്യാത്തത് ഏതാണ്? എസ്ക്രൈബ്ഡ്, ഹെറിഡിറ്ററി, ട്രാൻസ്ഫറബിൾ, അസൈൻസ് എ സോഷ്യൽ സ്റ്റാറ്റസ്. ഒരിക്കലും കാസ്റ്റിൻ്റെ മെമ്പർഷിപ്പ് ട്രാൻസ്ഫറബിൾ അല്ല, അല്ലേ? കാസ്റ്റ് സ്റ്റാറ്റസ് ഈസ് അസ്ക്രൈബ്ഡ് ആൻഡ് ഹെറിഡിറ്ററി, നോട്ട് ട്രാൻസ്ഫറബിൾ. അതായത് കാസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അസ്ക്രൈബ്ഡ് ആണ്, ഹെറിഡിറ്ററി ആണ്, പക്ഷേ അത് ട്രാൻസ്ഫറബിൾ അല്ല. ഒരാൾക്ക് ജാതി എങ്ങനെ വേറൊരു ജാതി വെച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നും അല്ല. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ട് ഈസ് നോട്ട് കൺസിഡർഡ് ബൈ സോഷ്യോളജിസ്റ്റ് ഇൻ ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? Option A, they are basic constituents of society. Option B, important for survival of society. Option C is simply an organization like school or a hospital. Option D, 6 primary institutions are found in almost every society. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അതായത് സോഷ്യോളജിസ്റ്റുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ കൺസിഡർ ചെയ്യാത്ത ഫാക്റ്റ് എന്ന് പറയുന്നത് സിംപ്ലി ആൻ ഓർഗനൈസേഷൻ ലൈക്ക് സ്കൂൾ ഓർ ഹോസ്പിറ്റൽ എന്നുള്ളതാണ്. ഒരിക്കലും സോഷ്യോളജിസ്റ്റുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതൊരു സ്കൂളോ ഹോസ്പിറ്റലോ അങ്ങനെയുള്ള രീതിയിലല്ല കരുതുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ മോർ ദാൻ ഓർഗനൈസേഷൻസ്. ഇപ്പോൾ സ്കൂളെന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് എന്നോ ഒക്കെ പറയുന്ന ഓർഗനൈസേഷൻസിനേക്കാളും ഒരുപാട് അർത്ഥം സോഷ്യോളജിസ്റ്റുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കരുതുന്നുണ്ട്. ദേ ആർ എൻഡ്യൂറിങ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഓർഡർ. അതായത് ഒരു സോഷ്യൽ ഓർഡറിൻ്റെ പാറ്റേൺ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഫാമിലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, റിലീജിയൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എഡ്യൂക്കേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 11th question, favoritism, dowry, foeticide, immortality, etc. will all fall into which form of corruption? ഫേവറിറ്റിസം, ഡൗറി, ഫോർട്ടിസൈഡ്, ഇമ്മോർട്ടാലിറ്റി ഒക്കെ ഏത് രീതിയിലുള്ള കറപ്ഷനിൽ പെടുന്നതാണ്? സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ്, പ്രൊഫഷണൽ. സോഷ്യലാണ് കേട്ടോ. ദീസ് ആർ സോഷ്യൽ എവിൽസ് എംബഡഡ് ഇൻ സൊസൈറ്റൽ നോംസ് ആൻഡ് വാല്യൂസ്. ഇനി
12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് കാസ്റ്റ് സിസ്റ്റം? കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചർ അല്ലാത്തതേത്? സെഗ്മെൻ്റൽ ഡിവിഷൻ, ഒക്യുപ്പേഷണൽ റെസ്ട്രിക്ഷൻസ്, എൻഡോഗാമി, നോൺ ഹെറിഡിറ്ററി. കാസ്റ്റ് ഹെറിഡിറ്ററി ആണ്, പാസ്ഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പാസ് ചെയ്യുന്നതാണ് കാസ്റ്റ്. സോ അത് ഹെറിഡിറ്ററി ആണ്. നോൺ ഹെറിഡിറ്ററി എന്നുള്ള ആൻസർ അവിടെ തെറ്റാണ് അല്ലേ. അപ്പോൾ അത് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ അതാണ് വരുന്നത്, കാരണം നോട്ട് എ ഫീച്ചർ ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ദ സർവേ മെത്തേഡ് ഓഫ് സോഷ്യൽ റിസർച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. സർവേ മെത്തേഡ് ഓഫ് സോഷ്യൽ റിസർച്ചിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇവാലുവേറ്റീവ്, പ്രെഡിക്റ്റീവ്, എക്സ്പ്ലനേറ്ററി, ഓൾ ഓഫ് ദി അബോവ് എല്ലാം തന്നെയുണ്ട്. സർവേ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ, പ്രഡിക്ഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ഇവാലുവേറ്റ് ചെയ്യാനും പ്രഡിക്ഷനും എക്സ്പ്ലനേഷനും ഒക്കെ സർവേ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, മോഡേണൈസേഷൻ ഈസ് എ ബ്രോഡ് കോൺസെപ്റ്റ്. വിച്ച് ഓഫ് ദി ഐഡിയാസ് മെൻഷൻഡ് ബിലോ ബ്രിങ്സ് ഔട്ട് ഇറ്റ്സ് എസെൻസ്? താഴെ പറയുന്നവയിൽ മോഡേണൈസേഷൻ എന്ന ബ്രോഡ് കോൺസെപ്റ്റിൻ്റെ എസെൻസ് ഉള്ള ഐഡിയാസ്: മോഡേണൈസ് വിത്തൗട്ട് വെസ്റ്റേൺ വാല്യൂസ്, കീപ് സം ട്രഡീഷൻസ്, കമ്പൈൻ ട്രഡീഷൻസ് ആൻഡ് മോഡേണിറ്റി, ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസറായിട്ട് വരുന്നത്. മോഡേണൈസേഷൻ ഇൻവോൾവ്സ് അഡോപ്റ്റിംഗ് മോഡേൺ ഐഡിയാസ് വൈൽ പ്രിസർവിങ് വാല്യുബിൾ ട്രഡീഷൻസ്. മോഡേണൈസേഷൻ എന്ന് പറയുന്നത് മോഡേൺ ഐഡിയാസിനെ അഡോപ്റ്റ് ചെയ്യുന്നതാണ്, അതിൻ്റെ കൂട്ടത്തിൽ വാല്യുബിൾ ആയിട്ടുള്ള ട്രഡീഷൻസിനെ പ്രിസർവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം തന്നെ ആൻസറായിട്ട് വരും. ഇനി 15, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഹാവ് ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ്സ് എഗെയിൻസ്റ്റ്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഹാവ് ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ്സ് എഗെയിൻസ്റ്റ്, അതായത് ST വിഭാഗത്തിൽ പെട്ട ആളുകൾ എന്തിന് എതിരെയാണ് ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ് ചെയ്തത്? ജമീന്ദാസ്, ജാഗീർദാസ്, ബ്രിട്ടീഷ് റൂൾ, ഓൾ ഓഫ് ദി അബോവ്. ഇതിനെതിരെയൊക്കെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ്. ട്രൈബൽ മൂവ്മെൻറ്റ്സ് ഹാവ് ഹിസ്റ്റോറിക്കലി ഒപ്പോസ്ഡ് വേരിയസ് ഒപ്രസീവ് ഫോഴ്സസ്. പല ഒപ്രസീവ് ഫോഴ്സസിനും എതിരായിട്ട് ട്രൈബൽ മൂവ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തത് 16ാമത്തത്, ജിജ്മാനി സിസ്റ്റം ഈസ് ഡിക്ലൈനിങ് മെയിൻലി ഡ്യൂ ടു. ജിജ്മാനി സിസ്റ്റം ഡിക്ലൈൻ ആവാൻ കാരണം എന്താണ്? ലാൻഡ് റിഫോംസ്, മാർക്കറ്റ് ഇക്കണോമി, ചേഞ്ചിങ് കാസ്റ്റ് റിലേഷൻസ്, ഓൾ ഓഫ് ദി അബോവ് എല്ലാം തന്നെയുണ്ട്. ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസറായിട്ട് വരുന്നത്. സോഷ്യോ ഇക്കണോമിക് ചേഞ്ചസ് ഹാവ് എറോഡഡ് ട്രഡീഷണൽ ഒക്യുപ്പേഷണൽ സിസ്റ്റംസ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയുകയാണെങ്കിൽ ലാൻഡ് റിഫോംസും മാർക്കറ്റ് എക്കണോമിയും ചേഞ്ചിങ് കാസ്റ്റ് റിലേഷനും ഒക്കെ ഈ ജജ്മാനി സിസ്റ്റം ഡിക്ലൈൻ ചെയ്യാൻ കാരണമായിട്ടുണ്ട്. 17, വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്വാളിഫൈസ് ആസ് എ സോഷ്യൽ ഗ്രൂപ്പ്? ക്ലാപ്പിംഗ് ഓഡിയൻസ്, പ്രൊട്ടസ്റ്റ് ക്രൗഡ്, വെൽഫെയർ അസോസിയേഷൻ, പ്ലാറ്റ്ഫോം ക്രൗഡ്. വെൽഫെയർ അസോസിയേഷനാണ് ആൻസറായിട്ട് വരുന്നത്. ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു വെൽഫെയർ അസോസിയേഷൻ ഗ്രൂപ്പായിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻവോൾവ് റെഗുലർ ഇൻ്ററാക്ഷൻ ആൻഡ് കോമൺ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ക്ലാപ്പിംഗ് ഓഡിയൻസ് അവർ റെഗുലറായിട്ട് ചെയ്യുന്നവരല്ല. പ്രൊട്ടസ്റ്റ് ക്രൗഡും അങ്ങനെയല്ല, പ്ലാറ്റ്ഫോം ക്രൗഡും അങ്ങനെയല്ല. റെഗുലറായിട്ട് പിന്നെ ഉള്ളത് ഒരു അസോസിയേഷനാണ് അല്ലേ. അപ്പോൾ വെൽഫെയർ അസോസിയേഷൻ നമുക്ക് ആൻസറായിട്ട് പറയാം.